ദുബായിൽ പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ഗതാഗത മേഖലയിൽ RTI വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ബസ്സുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തും. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ബുർജ് ഖലീഫ മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷൻ 31-ന് രാത്രി 10-ന് താൽക്കാലികമായി അടയ്ക്കുമെന്നും ട്രാഫിക് ആൻഡ് റോഡ് ഏജൻസി CEO മൈദ ബിൻ ദായി പറഞ്ഞു. തിരക്ക് കുറയ്ക്കാൻ പൊതുജനങ്ങൾ കഴിയുന്നതും പൊതുവാഹനങ്ങളെ ആശ്രയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദുബായ് വിമാനത്താവളത്തിൽ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്ക് വിമാനത്താവളങ്ങളിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ എമിഗ്രേഷൻ വിഭാഗം സൗകര്യമൊരുക്കി. പ്രത്യേക കൗണ്ടറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയത്. വീൽചെയർ ഉപയോഗിക്കുന്നവരുടെയും മറ്റ് സൗകര്യാർത്ഥം കൗണ്ടറുകളുടെ ഉയരവും വീതിയും ക്രമീകരിച്ചതായി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. ദമാമിൽ മക്ക തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ട്രെയിലറുമായി കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. മലപ്പുറം കോഡൂർ സ്വദേശി സൈദലവി, പാലക്കാട് കൈപ്പറം സ്വദേശി കബീർ സഖാഫി, ബസ് ഡ്രൈവർ മംഗലാപുരം സ്വദേശി ഷൗക്കത്ത് എന്നിവരാണ് മരിച്ചത്. കബീർ സഖാഫിയും സൈദലവിയും സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. 2016 വർഷത്തേക്കുള്ള സൗദി അറേബ്യയുടെ ബജറ്റ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. 2016-ൽ 840 ബില്യൺ റിയാൽ ചെലവും 513 ബില്യൺ റിയാൽ വരവും 336 ബില്യൺ റിയാലിന്റെ കുറവും രേഖപ്പെടുത്തുന്ന ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. 2015-ൽ 974 ബില്യൺ റിയാൽ ചെലവഴിച്ചു. 608 ബില്യൺ റിയാലാണ് വരവ്. ഇവയിൽ 444.5 ബില്യൺ റിയാൽ എണ്ണ കയറ്റുമതിയിലൂടെയാണ്. ഈ വർഷം ബജറ്റിൽ കുറവ് 367 ബില്യൺ റിയാലാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് 7 മില്യൺ ദിർഹത്തിന്റെ സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന 32 ദിവസങ്ങളിലായി 100 വിജയികൾക്കാണ് സുവർണ സമ്മാനങ്ങൾ ലഭിക്കുകയെന്നും അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിരവധി സമ്മാന പദ്ധതികളും പ്രൊമോഷൻ പരിപാടികളുമാണ് വാണിജ്യ സ്ഥാപനങ്ങൾ ഒരുക്കുന്നത്. ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് 7 മില്യൺ ദിർഹത്തിന്റെ സമ്മാന പദ്ധതികളാണ് ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കുന്നതെന്ന് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന 32 ദിവസങ്ങളിലായി 100 വിജയികൾക്കാണ് സുവർണ സമ്മാനങ്ങൾ ലഭിക്കുകയെന്ന് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഹീദ് അബ്ദുള്ള പറഞ്ഞു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ ഇത്തരം സമ്മാന പദ്ധതികൾ ഉപകരിക്കുമെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് CEO ലൈല സുഹൈൽ പറഞ്ഞു. Dubai Shopping Festival 2016 will be a unique edition for Dubai. It's the 21st edition of the Dubai Shopping Festival. We have major activation happening. As you've seen today, we have announced the Dubai Gold and Jewelry promotion, which is happening again for the 21st time. ജനുവരി 1 മുതൽ ഫെബ്രുവരി 1 വരെ ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ജ്വല്ലറികളിൽ നിന്നും 500 ദിർഹത്തിനോ അതിന് മുകളിലോ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ വാങ്ങുന്നവർക്കാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുക. ദിവസേന 3 ഭാഗ്യശാലികൾക്ക് 1.25 കിലോ സ്വർണ്ണമാണ് ലഭിക്കുക. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് വിന്നർക്ക് 1 കിലോഗ്രാം സ്വർണ്ണവും, സെക്കൻഡ് വിന്നർക്ക് 1/2 കിലോഗ്രാം സ്വർണ്ണവും, തേർഡ് വിന്നർക്ക് 1/4 കിലോ, 1/4 കിലോ സ്വർണ്ണവും ലഭ്യമാകുന്ന ഒരു സമ്മാന പദ്ധതിക്കാണ് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് രൂപം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ലീഡർ K. കരുണാകരൻ മാധ്യമ പുരസ്കാരം മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക റെസ്റ്റോറന്റ് എഡിറ്റർ ജലീൽ പട്ടാമ്പിക്ക് സമ്മാനിച്ചു. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി പന്തളം സുധാകരനാണ് അവാർഡ് നൽകിയത്. മിഡിൽ ഈസ്റ്റിലെ പത്രപ്രവർത്തന രംഗത്തെ സംഭാവനകളെ മുൻനിർത്തിയാണ് അവാർഡ്. ചടങ്ങിൽ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അബ്ദുൽ അസീസ് മൊയ്തീൻ അധ്യക്ഷനായി. സൗദിയിൽ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതുപ്രകാരം ഒക്ടേൻ 91-ന് 45 ഹലാലയിൽ നിന്ന് 75 ഹലാലയായും ഒക്ടേൻ 95-ന് 60 ഹലാലയിൽ നിന്ന് 90 ഹലാലയുമായാണ് വർധനവ്. വില വർധനവ് ഇന്ന് മുതൽ നിലവിൽ വരും. സ്വദേശി വനിത മരിക്കുന്ന പക്ഷം അവരുടെ മക്കളെ നിതാഖത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചു. റിപ്പോർട്ടിലേക്ക്. സ്വദേശി വനിതകൾ മരിക്കുന്ന പക്ഷം അവരുടെ മക്കളെ നിതാഖാത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചു. സ്വദേശി വനിതകളുടെ സ്പോൺസർഷിപ്പിൽ കഴിയുന്ന കാരണത്താലാണ് അവരുടെ വിദേശി മക്കളെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി മന്ത്രാലയം പരിഗണിച്ചിരുന്നതെന്ന് ഡെപ്യൂട്ടി തൊഴിൽ മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഹുമൈദൻ വ്യക്തമാക്കി. മാതാവിന്റെ മരണത്തോടെ സ്വദേശികളല്ലാത്ത കുട്ടികൾ ഇക്കാമ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് വരികയെന്ന് മന്ത്രി വിശദീകരിച്ചു. നിതാഖാത്ത് വ്യവസ്ഥയിൽ സ്വദേശികളായ പുരുഷന്മാരുടെ മക്കളെ പോലെ സ്വദേശി
വനിതകളുടെ മക്കളെയും നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സൗദി പൗരനെ നിയമിക്കുന്ന വെയിറ്റേജ് നൽകിയിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് വീട്ടുവേലക്കാരുടെ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുമെന്നും ഡെപ്യൂട്ടി തൊഴിൽ മന്ത്രി അറിയിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് നേരത്തെ നിർത്തിവെച്ചിരുന്ന പുരുഷന്മാരുടെ റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചിരുന്നു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. കേളി കലാ സാംസ്കാരിക വേദിയുടെ 2016 വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്തു. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മുഖ്യ പ്രയോജകരായുള്ള കലണ്ടറിന്റെ പ്രകാശനം കേളി ജോയിന്റ് സെക്രട്ടറി ഷമീർ കുന്നുമലിന് നൽകി. അൽ അബീർ റിയാദ് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ ബിജു കുഞ്ചപ്പൻ നിർവഹിച്ചു. കേളി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് വള്ളിക്കുന്നം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി KR ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി റഷീദ് മേലേതിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായ് ആസ്ഥാനമായ ഡാന്യൂബ് ഗ്രൂപ്പ് പുതിയ തരത്തിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പണിയുമെന്ന് ഡാന്യൂബ് ഗ്രൂപ്പ് ചെയർമാൻ റിസ്വാൻ സാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിംഗിൾ ബെഡ്റൂം ഫ്ളാറ്റിനെ രാത്രികാലങ്ങളിൽ ഡബിൾ ബെഡ്റൂം ഫ്ളാറ്റുകളാക്കി പരിവർത്തിപ്പിക്കുന്ന സ്പാനിഷ് സാങ്കേതിക വിദ്യയാണ് പുതിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഏർപ്പെടുത്തുക. റിഡ്സ് എന്ന പേരിലാണ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജബൽ അലിയിലാണ് പുതിയ സമുച്ചയമെന്നും അധികൃതർ അറിയിച്ചു. വേൾഡ് എക്സ്പോ 2020 വേദിയുടെ പരിസരത്താണ് പദ്ധതി. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചന മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ജനുവരി 2 അബ്ബാസിയ പ്രവാസി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാതൃഭാഷാ പഠനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ പ്രതിമാസ പരിപാടിയായ കുട്ടികളുടെ ഭാഷാ സംവാദവും ഇതോടനുബന്ധിച്ച് നടക്കും. OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ K കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല്ലയുടെ അധ്യക്ഷതയിൽ OICC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് PM നജീബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ, ഹനീഫ് റാവുത്തർ, ഷംസ് കൊല്ലം, മുഹമ്മദ് അലി പാഴൂർ, നബീൽ നെയ്തല്ലൂർ, ഡോക്ടർ ഷൗഷ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ബഹുജന പ്രക്ഷോഭത്തിലൂടെ പാർട്ടിയുടെ സ്വാതന്ത്ര്യ ശക്തിയും ഇടത് ഐക്യവും ശക്തിപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്ന കരട് സംഘടനാ പ്രമേയം CPIM പ്ലീനത്തിൽ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച പ്രമേയത്തിന്മേലും PB അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലും ഇന്ന് ആരംഭിച്ച ചർച്ച മറ്റന്നാൾ വരെ തുടരും. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച് പുതിയ വെല്ലുവിളികൾ നേരിടാൻ പാർട്ടിയെ പ്രാപ്തമാക്കുന്നതിനുള്ള ചർച്ചകളാണ് പ്ലീനത്തിൽ നടക്കുന്നത്. വർഗീയതയും പുത്തൻ സാമ്പത്തിക നയങ്ങളും രാജ്യത്ത് സൃഷ്ടിച്ച അസമത്വങ്ങളാണ് പുതിയ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്ലീനത്തിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. കടുത്ത ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായി CPIM മാറണം. അങ്ങേയറ്റത്തെ അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്ന ഫാസിസ്റ്റ് ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാനാണ് RSSന്റെയും BJPയുടെയും ശ്രമം. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മതേതരത്വവും വൈവിധ്യവും നിലനിർത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ന്യൂനപക്ഷങ്ങൾ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരോടുള്ള വിവേചനം, ലിംഗാസമത്വം തുടങ്ങിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകണം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, കർഷകർ, മധ്യവർഗം, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവരെ പാർട്ടിക്കൊപ്പം നിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ വേണം. കലാ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സംഘപരിവാർ ശക്തികൾ നടത്തുന്ന കാവ്യവൽക്കരണം പാർട്ടി ജാഗ്രതയോടെ കാണണം. ഇതിനായി ഈ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുതിയ രീതികൾ കൂടി പരീക്ഷിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. So we are emphasizing on deepening our contacts with the Indian people through the mass line that the party has adopted, and through such deepening to intensify the struggles, popular struggles, by projecting the alternative policy framework that we have with an idea of first strengthening the party's own independent strength. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഉയർന്നുവരുന്ന അഭിപ്രായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ തീരുമാനങ്ങൾ പ്ലീനം കൈക്കൊള്ളും. സംഘടനാ വീഴ്ചകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആത്മപരിശോധനയും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാർട്ടിയെ പ്രാപ്തമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമാണ് പ്ലീനം പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി പുതുരീതികൾ പരീക്ഷിക്കുക വഴി ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായി തിരിച്ചുവരാൻ കൊൽക്കത്ത പ്ലീനം വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസവും നേതാക്കൾ പങ്കുവയ്ക്കുന്നു. കൊൽക്കത്തയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. കേരള CPIMലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരി. വിഭാഗീയത ഇല്ലാതാക്കുന്നതിൽ വലിയ തോതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു. Like we fought factionalism to come to the stage of them only being vestigious now. Last time in our report we used to talk about factionalism in Kerala.
Now we are talking about vestiges of factionalism in Kerala. An improvement, no? So like that, we will improve further when we will not talk about factionalism in Kerala. ജവഹർലാൽ നെഹ്റുവിനെയും സോണിയാഗാന്ധിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് മുഖപത്രം കാശ്മീർ പ്രശ്നം വഷളാക്കിയത് നെഹ്റുവെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പിതാവ് ഫാസിസ്റ്റ് പോരാളിയെന്ന് മുഖപത്രത്തിൽ ആരോപിച്ചു. മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ മുഖപത്രമായ കോൺഗ്രസ് ദർശനിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. സംഭവത്തിന് പേരിൽ കണ്ടന്റ് എഡിറ്റർ സുചീർ ജോഷിയെ പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിയുടെ 131 സ്ഥാപക ദിനത്തിലാണ് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖപത്രമായ കോൺഗ്രസ് ദർശനിൽ വിവാദ ലേഖനം പ്രസിദ്ധീകരിച്ചത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും അധ്യക്ഷ സോണിയാഗാന്ധിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ലേഖനത്തിൽ ഉന്നയിച്ചത്. നെഹ്റുവിന്റെ വിദേശ നയങ്ങളും അയൽ രാജ്യങ്ങളുമായുള്ള സമീപനവും പ്രശ്നങ്ങൾക്ക് മാത്രമേ വഴിവച്ചിട്ടുള്ളൂവെന്ന് ലേഖനത്തിൽ പറയുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾ നെഹ്റു ചെവികൊണ്ടിരുന്നില്ല. ഉപപ്രധാനമന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും സർദാർ പട്ടേലിന്റെ അഭിപ്രായങ്ങൾ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പരിഗണിച്ചിരുന്നില്ല. കാശ്മീർ പ്രശ്നത്തിൽ സർദാർ പട്ടേലിന്റെ വാക്ക് കേൾക്കാൻ നെഹ്റു തയ്യാറാകാത്തതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ചൈന ടിബറ്റ് പ്രശ്നത്തിലും നെഹ്റു ആധിപത്യം പ്രകടമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനമാണ് ലേഖനത്തിലുള്ളത്. പാർട്ടിയിൽ അംഗമായി 2 മാസത്തിനകം അധ്യക്ഷയായ ആളാണ് സോണിയ. സോണിയയുടെ പിതാവ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് സേനയിലെ അംഗമായിരുന്നെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലേഖനം വിവാദമായതോടെ ബൈലൈനില്ലാതെ പ്രസിദ്ധീകരിച്ച ലേഖനം ആരാണ് എഴുതിയതെന്നറിയില്ലെന്നും സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും അറിയിച്ച് മുംബൈ കോൺഗ്രസ് പ്രദേശ് അധ്യക്ഷനും ചീഫ് എഡിറ്ററുമായ സഞ്ജയ് നിരുപം രംഗത്തെത്തി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശിവസേന പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് അപകടമെന്ന് ശിവസേന മുഖപത്രം സാമ്ന മുന്നറിയിപ്പ് നൽകുന്നു. അദ്വാനിയുടെയും വാജ്പേയിയുടെയും അനുഭവം ഉദാഹരണമാണ്. ജിന്ന ശവകുരിയിടം സന്ദർശിച്ച അദ്വാനിക്ക് അധികാരത്തിൽ തുടരാനായില്ല. അതേപോലെ ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ വാജ്പേയിയുടെ അനുഭവവും മോശമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പാകിസ്ഥാനിലേക്ക് പെട്ടെന്ന് സന്ദർശനം നടത്തിയാൽ എന്താകും പ്രതികരണമെന്നും സാമ്ന ചോദിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാക് സന്ദർശനത്തെ വിമർശിച്ച് സഖ്യകക്ഷിയായ ശിവസേന രംഗത്തെത്തി. മുഖപത്രമായ സാമ്നയിലാണ് നരേന്ദ്രമോദിയുടെ ലാഹോർ സന്ദർശനത്തിലെ എതിർപ്പ് ശിവസേന വ്യക്തമാക്കിയത്. ലക്ഷക്കണക്കിന് നിരപരാധികളായ ഇന്ത്യക്കാരുടെ രക്തം വീണ രാജ്യമാണ് പാകിസ്ഥാൻ. അവരുമായി അടുക്കാൻ ശ്രമിച്ച നേതാക്കളാരും രാഷ്ട്രീയത്തിൽ അധികം വാണിട്ടില്ല. LK അദ്വാനിയുടെയും AB വാജ്പേയിയുടെയും ഉദാഹരണം കാണിച്ചായിരുന്നു ശിവസേനയുടെ മുന്നറിയിപ്പ്. അദ്വാനി മുഹമ്മദ് അലി ജിന്നയുടെ ശവകുടീരം സന്ദർശിക്കുകയും ജിന്നയെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതിനുശേഷം അദ്വാനിയുടെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ AB വാജ്പേയി മുഷറഫിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ തുടർന്ന് വാജ്പേയി നേതൃത്വത്തിന് അധികാരത്തിൽ തിരിച്ചെത്താനായില്ലെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നു. ഇതിനിടയിൽ പാകിസ്ഥാൻ സന്ദർശിച്ച നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്നും ശിവസേന മുഖപ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഖണ്ഡ ഭാരത പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് RSS വക്താവ് റാം മാധവ് പ്രധാനമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുമ്പാണ് അൽ ജസീറയ്ക്ക് അഭിമുഖം നൽകിയതെന്ന് റാം മാധവ് വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ പാക് സന്ദർശനവും തന്റെ പരാമർശവും തമ്മിൽ ബന്ധമില്ലെന്നും റാം മാധവ് പറഞ്ഞു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള അഖണ്ഡ ഭാരത രൂപീകരണവും കാശ്മീരിന്റെ മോചനവുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നാണ് റാം മാധവ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഡൽഹിയിലെ ദാദ്രി കൊലപാതകം വഴിത്തിരിവിലേക്ക്. കൊല്ലപ്പെട്ട അഖ്ലാഖിന്റെ വീട്ടിലുണ്ടായിരുന്നത് ആട്ടിറച്ചിയെന്ന് റിപ്പോർട്ട്. വെറ്റിനറി ഓഫീസറാണ് റിപ്പോർട്ട് നൽകിയത്. ബീഫ് വീട്ടിൽ സൂക്ഷിച്ചുവെന്നാരോപിച്ച് സംഘപരിവാർ നടത്തിയ ആക്രമണത്തിലായിരുന്നു അഖ്ലാഖ് കൊല്ലപ്പെടുന്നത്. ദാദ്രിയിൽ ഹിന്ദുത്വവാദികൾ തല്ലിക്കൊന്ന മധ്യവയസ്കന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത് മട്ടനായിരുന്നുവെന്നാണ് വിദഗ്ധ റിപ്പോർട്ട്. ഇറച്ചി പരിശോധിച്ച വെറ്റിനറി ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് ആട്ടിറച്ചി എന്ന സ്ഥിരീകരണം. മധ്യവയസ്കന്റെ വീട്ടിൽ പശുവിറച്ചി സൂക്ഷിച്ചെന്ന് ആരോപിച്ചായിരുന്നു 15-അംഗ സംഘം മധ്യവയസ്കനെ തല്ലിക്കൊന്നത്. ഫോറൻസിക് പരിശോധനയിലും മധ്യവയസ്കന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ബീഫ് അല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ റിപ്പോർട്ടിലും ഈ സ്ഥിരീകരണമുള്ളത്. BJP പ്രാദേശിക നേതാവിന്റെ മകനടക്കമുള്ളവരെ പോലീസ് പ്രതിയേർത്തിരുന്നു. മുഹമ്മദ് അഖ്ലഖിന്റെ കുടുംബം പശുവിനെ കൊന്ന് ഭക്ഷിച്ചെന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ അറിയിപ്പുണ്ടായതിനെ തുടർന്നാണ് ഹിന്ദുത്വവാദികൾ വീടാക്രമിച്ച് 52-കാരനായ അഖ്ലഖിനെ തല്ലിക്കൊന്നത്. വീട്ടിലെ ഫ്രിഡ്ജിൽ മാംസകഷ്ണങ്ങൾ കണ്ടതോടെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിലും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഡൽഹി ക്രിക്കറ്റ് അഴിമതിയിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കീർത്തി ആസാദ്. എല്ലാ നിയമവിരുദ്ധ നടപടികളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം ജെയ്റ്റ്ലിക്കാണെന്നും കീർത്തി ആസാദ് കുറ്റപ്പെടുത്തി. അതിനിടയിൽ അഴിമതി അന്വേഷണം ആരംഭിച്ചതായി ഏകാംഗ കമ്മീഷൻ ഗോപാൽ സുബ്രഹ്മണ്യം അറിയിച്ചു. ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പറഞ്ഞു.
ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ് നടത്തിയത് ജെയ്റ്റ്ലിക്കെതിരെയുള്ള അഴിമതി രേഖകൾ പിടിച്ചെടുക്കാൻ തന്നെയായിരുന്നെന്ന് പറഞ്ഞാണ് BJP MP കീർത്തി ആസാദ് ഇന്ന് രംഗത്തെത്തിയത്. ദില്ലി ക്രിക്കറ്റ് കൗൺസിൽ തലവനായിരിക്കെ നടന്ന എല്ലാ നിയമവിരുദ്ധ നടപടികളുടെയും ഉത്തരവാദിത്വം ജെയ്റ്റ്ലിക്ക് തന്നെയാണെന്നും ആസാദ് പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടല്ല പാർലമെന്റിൽ ആരോപണം ഉന്നയിച്ചതെന്നും കീർത്തി ആസാദ് വ്യക്തമാക്കി. इस प्रकार से संसद की गरिमा को गिराना, अध्यक्ष के पद को तौहीन करना किसी भी एक अच्छे संसदीय किसी भी पॉलिटिकल पार्टी को सही नहीं है. इस प्रकार से नहीं करना चाहिए. പാർട്ടിക്കെതിരെ താൻ പ്രവർത്തിച്ചിട്ടില്ല, അഴിമതി പുറത്തു കൊണ്ടുവരികയാണ് താൻ ചെയ്തത്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് CBI അന്വേഷണം നടത്താത്തതെന്നും BJP MP ചോദിച്ചു. അതേസമയം DDC അഴിമതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ഗോപാൽ സുബ്രഹ്മണ്യം കെജ്രിവാളിനെ അറിയിച്ചു. തങ്ങൾ ആർക്കും ക്ലീൻ ചീട്ട് നൽകിയിട്ടില്ലെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും വ്യക്തമാക്കി. എന്നാൽ കെജ്രിവാൾ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് LPG സബ്സിഡി ഇല്ല. ഉപഭോക്താക്കളുടെ പങ്കാളിക്ക് 10 ലക്ഷത്തിന് മേൽ വരുമാനമുണ്ടെങ്കിലും സബ്സിഡി റദ്ദാക്കും. അടുത്ത മാസം മുതൽ നിയന്ത്രണം നിലവിൽ വരും. നിരവധി കുടുംബങ്ങൾക്ക് സബ്സിഡി ഈ തീരുമാനത്തോടെ നഷ്ടമാകും. ചാണ്ടി ഉമ്മനും മുഖ്യമന്ത്രിക്കുമെതിരെ ബിജു രാധാകൃഷ്ണൻ. ചാണ്ടി ഉമ്മനെതിരായ തെളിവുകൾ കോടതിയിൽ ഏൽപ്പിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിട്ടാൽ തെളിവുകൾ ഉണ്ടാകുമെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ചാണ്ടി ഉമ്മനുമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹിഡൻ എഗ്രിമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ബിജു രാധാകൃഷ്ണനെ കള്ളനോ കൊലപാതകിയെന്നോ പറയാൻ യാതൊരു അർഹതയുമില്ല. അങ്ങനെയാണെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ രാജ്യത്തെ ശുദ്ധമായ അന്വേഷണത്തെ നേരിടട്ടെ. അങ്ങനെയാണെങ്കിൽ അന്നേരം പറയാം ആരാണ് യഥാർത്ഥ കള്ളനും കൊലപാതകിയും. റബ്ബർ കർഷകരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് PC ജോർജ് ഉപവാസ സമരം സംഘടിപ്പിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8 മണിക്കാണ് ഉപവാസ സമരം ആരംഭിച്ചത്. റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. റബ്ബർ വിലയിടിവ് മൂലം കർഷകർ പ്രതിസന്ധിയിലായിരിക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് PC ജോർജിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8-ന് തുടങ്ങിയ ഉപവാസ സമരം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബറിനെ കാർഷിക വിളയായി സർക്കാർ പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് കാനം ആവശ്യപ്പെട്ടു. ശ്രീ KM മാണി ധനമന്ത്രി അദ്ദേഹം റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം 300 കോടി പ്രഖ്യാപിച്ചല്ലോ. എത്ര ചെലവാക്കി? കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? റബ്ബറിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ 10 ലക്ഷം കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിനെ ഒരു കാർഷിക വിളയായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഉഴവൂർ വിജയൻ, സുരേഷ് കുറുപ്പ്, കുട്ടനാട് വികസന സമിതി ചെയർമാൻ തോമസ് പീലിയാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. യാക്കോബായ സഭ, ചങ്ങനാശ്ശേരി രൂപത എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ വിവിധ സംഘടനകളും PC ജോർജിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവാസ സമര പന്തലിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നെൽവയൽ തണ്ണീർത്തട ഭേദഗതി നിയമം അട്ടിമറിക്കുന്നതിന് സർക്കാർ നടത്തിയ ഒത്താശ വ്യക്തമാക്കുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പുകൾ പുറത്ത്. സ്വകാര്യ ആവശ്യത്തിന് 10 ഏക്കർ വരെ നിലം നികത്തുന്നത് നിയമവിധേയമാക്കുന്നത് മന്ത്രിസഭാ യോഗം പരിഗണിച്ചിരുന്നു. അതേസമയം നിയമ ഭേദഗതി ചർച്ച ചെയ്തിട്ടില്ലെന്ന സർക്കാർ വാദമാണ് ഇതോടെ പൊളിയുന്നത്. നെൽവയൽ തണ്ണീർത്തട നിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കം വ്യക്തമാക്കുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ ആവശ്യത്തിന് 10 ഏക്കർ വരെ നിലവും തണ്ണീർത്തടവും നികത്താമെന്ന ഭേദഗതി സെപ്റ്റംബർ 9-ന് ചേർന്ന മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന കുറിപ്പുകൾ പുറത്തായതോടെ സർക്കാരിന്റെ ഫ്ളാറ്റ് നിർമ്മാതാക്കളും ലാൻഡ് മാഫിയയുമായുള്ള വഴിവിട്ട ബന്ധമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഓർഡിനൻസ് കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ചട്ടഭേദഗതിക്ക് ഒരുങ്ങുന്നതെന്നും ഫയലുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇടതു സർക്കാർ കൊണ്ടുവന്ന നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ യാതൊരു തരത്തിലുമുള്ള ഭേദഗതിക്കും ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നേരത്തെ വിശദീകരിച്ചിരുന്നത്. എന്നാൽ ഇതൊക്കെ സർക്കാരിന്റെ തട്ടിപ്പായിരുന്നു എന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ പരിസ്ഥിതി സെക്രട്ടറി സർക്കാരിന്റെ തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതൊക്കെ അട്ടിമറിച്ചുള്ള നീക്കമാണ് സർക്കാരിന്റേത് എന്നതും വ്യക്തം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വായന മരിക്കുന്നില്ലെന്ന് നടൻ മമ്മൂട്ടി. മലബാർ കലാപത്തെക്കുറിച്ചുള്ള KT ജലീൽ രചിച്ച മലബാർ കലാപം ഒരു പുനർവായന എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വലതുപക്ഷ ബ്രിട്ടീഷ് അനുകൂല ചരിത്ര പണ്ഡിതന്മാർ ജന്മിത്വ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായ മലബാർ കലാപത്തെ വളച്ചൊടിച്ചുവെന്നതാണ് സത്യം. ഇതിന് ജില്ലയിലെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കൂട്ടുനിന്നുവെന്നും ചരിത്ര പണ്ഡിതൻ കൂടിയായ KT ജലീൽ ഈ പുനർവായനയിൽ സമർത്ഥിക്കുന്നു. പുസ്തകം ചരിത്രത്തോട് നീതി കാണിച്ചെന്നും അതിൽ സന്തോഷമുണ്ടെന്നും പ്രകാശനം ചെയ്ത പത്മശ്രീ ഭരത് മമ്മൂട്ടി പറഞ്ഞു. ഒരു സാധാരണ മലയാളി, ശരാശരി മലയാളി 17,000 രൂപയോളം ഒരു വർഷം പത്രമാസികകൾക്കും പുസ്തകങ്ങൾക്കുമായി ചെലവാക്കുന്നുവെന്നാണ് ഒരു മലയാളി. എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നു. സാക്ഷരര് എന്ന് നമ്മൾ അഭിമാനിക്കുന്നതുപോലെ നമ്മൾ ഇത്രത്തോളം പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇത്രത്തോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ വായിക്കാൻ ചിലവഴിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. EN മോഹൻദാസ്, P സുരേന്ദ്രൻ, ഡോക്ടർ T ജമാൽ മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസ നേർന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അവതാരിക എഴുതിയ പുസ്തകം ചിന്ത പബ്ലിഷേഴ്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.